ആദരവോടെ മനസ്സിൽ സ്മരിക്കും. നമുക്ക് ആരംഭിക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം മഹാഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. ശ്രീരാമചന്ദ്ര പ്രഭോ പാഹി മാം പാഹി മാം. ഇന്ന് നമ്മൾ വ്യാഖ്യാനം ചെയ്യുന്ന ഭാഗം ലക്ഷ്മണ സാന്ത്വനം മുതൽ രാമാസീത തത്വമൊക്കെയാണ്. സൗമിത്രിയുടെ കോപോജ്വലമായ ഭാവം കണ്ട് ഭയകോപിതനായ രാമചന്ദ്രൻ അടുത്തു ചെന്ന് അനുജന്റെ തോളിൽ തടവിക്കൊണ്ട് അനുനയപൂർവം ശാന്തമായി പറഞ്ഞു: അനുജ, ലക്ഷ്മണ, സമാധാനിക്കൂ. എന്നെ കുറിച്ചുള്ള സ്നേഹ ബഹുമാന വാത്സല്യങ്ങൾ നിന്നോളം മറ്റാർക്കുമില്ല. അതുകൊണ്ടാണ് നീ ക്രോധാവിവശനായത്. ക്രോധം ആപത്തിന് കാരണമാണ്. മനുഷ്യത്വത്തെ ഒരു വ്യാഘ്രിയെ പോലെ അത് കടിച്ചു കീറി ചീന്തും. മുക്തിക്ക് പോലും അത് വിഘ്നം വരുത്തുന്നു. മാതാപിതാക്കളെയും ഭാതൃജനങ്ങളെയും ബന്ധുവർഗ ജ്ഞാതികളെയും ക്രോധം മൂലം മനുഷ്യൻ വധിക്കുന്നു. ക്രോധം യമനാണ്. ധർമ്മക്ഷയത്തിന് കാരണഭൂതമായ പാപസഞ്ചയം ക്രോധത്തിന്റെ സന്തതിയാണ്. നരകത്തിലേക്കുള്ള പാതയാണ് ക്രോധം. മനുഷ്യനെ പിശാചാക്കുന്ന ദുർഭൂതമാണ് ക്രോധം. അതുകൊണ്ട് അനുജ, ലക്ഷ്മണ, നീ ക്രോധമടക്കി ശാന്തനാകൂ. കാമക്രോധ ലോപമോഹാദികളുള്ള മനുഷ്യന് ഒരിക്കലും സ്വസ്ഥതയില്ല, സമാധാനവുമില്ല. കുമാര, ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ പട്ടാഭിഷേകം ആർക്കാണ്? എന്റെ ജ്യേഷ്ഠനായ രാമന്റെ ശരീരത്തിന് അല്ലേ? ശാശ്വതമായ ആത്മാവിനുണ്ടോ പട്ടാഭിഷേകം? ദേഹാഭിമാനം മൂലമുള്ള ചിന്ത കൊണ്ടല്ലേ ഇതിനാഗ്രഹം തോന്നുന്നത്? ഈ ദേഹം ശാശ്വതമാണോ? ആ സ്ഥിതിക്ക് ഈ ദേഹത്തെ സംബന്ധിക്കുന്ന ഈ പട്ടാഭിഷേകം തുടങ്ങിയ മേന്മകളും ആർഭാടങ്ങളും ശാശ്വതമാണോ? പകല് വന്നു മറയുന്നു, പിന്നെ രാത്രിയാകുന്നു. ആ രാത്രി പോയി പിന്നെയും പകല് വരുന്നു. അത് മറഞ്ഞ് പിന്നെയും രാത്രിയാകുന്നു. വീണ്ടും പകല് വരുന്നു, വീണ്ടും രാത്രിയാകുന്നു. എന്നതുപോലെ ദേഹം ഉണ്ടാകുന്നു, അത് നശിക്കുന്നു, പിന്നെയും ഉണ്ടാകുന്നു, പിന്നെയും നശിക്കുന്നു. എന്നിങ്ങനെ ജനിമൃതികൾക്ക് വിധേയമല്ലേ ഈ ശരീരം? രോഗങ്ങളാണെങ്കിൽ ശരീരത്തെ കൊത്തി വിഴുങ്ങാൻ വേണ്ടി അതിന്റെ ചുറ്റും കഴുകന്മാരെ പോലെ കാത്തിരിക്കുന്നു. മരണമാണെങ്കിൽ സദാ ശിരസിൽ പതിയിരിക്കുന്നു. ഇതൊന്നും അറിയാതെ മായാബന്ധനായി മനുഷ്യൻ ദേഹാഭിമാനത്തോടെ പലതും ചെയ്യുന്നു, പലതും പറയുന്നു. വഴിയമ്പലത്തിൽ വിശ്രമാർത്ഥം പാങ്കർ വന്ന് കുറെ നേരം ഇരുന്ന് പിരിയുന്നത് പോലെയാണ് മനുഷ്യരുടെ ജനനവും മരണവും. ഈ ലോകം ഒരു വഴിയമ്പലമെന്ന് വിചാരിച്ചാൽ മതി. എവിടെയോ നിന്നും പഥികർ അവിടെ വരുന്നു, എവിടേക്കോ അവർ തിരിച്ചു പോകുന്നു. ആ വഴിയമ്പലത്തിൽ ആർക്കും ശാശ്വതമായ ഒരു സ്ഥാനമോ നിലനിൽപ്പോ ഇല്ല. അത് തന്റെ സ്വന്തമാണെന്ന് വിചാരിക്കുന്നവൻ അന്ധനായ ഒരു അജ്ഞാനിയാണ്. ദേഹാഭിമാനം കൊണ്ടുള്ള ചിന്തയാണ് ഞാനെന്നും എന്റെ എന്നുമുള്ള മോഹ സ്വപ്നം മനുഷ്യനിൽ അങ്കുരിപ്പിക്കുന്നത്. ആ സ്വപ്നം അകലുമ്പോൾ ഞാനുമില്ല, നീയുമില്ല. അങ്ങനെയൊരു മോഹം ജ്യേഷ്ഠനെ പട്ടാഭിഷേകം ചെയ്ത് അയോധ്യാപതിയായി വാഴിക്കണമെന്നുള്ള നിന്റെ മോഹം ആണ് നിന്നെ ഇത്രമാത്രം ക്രോധാവിവശനാക്കിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട അനുജ, യാഥാർത്ഥ്യം ചിന്തിച്ച് നീ ശാന്തനായി തീരുക. അച്ഛന്റെ പ്രതിജ്ഞ നിറവേറ്റാൻ നാം ബാധ്യസ്ഥരല്ലേ? അതുകൊണ്ട് നീ അക്ഷോഭ്യനായി എന്നെ കാനനത്തിലേക്ക് യാത്രയാക്കൂ. ലക്ഷ്മണൻ തൊഴുതുകൊണ്ട്: ക്ഷമിക്കണം ജ്യേഷ്ഠ, എനിക്ക് മാപ്പ് തരണം. പെട്ടെന്ന് ഞാൻ ക്രുദ്ധനായതിൽ മനസ്താപിക്കുന്നു. ജ്യേഷ്ഠന്റെ വിലയേറിയ ഉപദേശം ഞാൻ ശിരസാ വഹിക്കുന്നു. പക്ഷേ ഒരു കാര്യം, ജ്യേഷ്ഠനില്ലാതെ ഒരിക്കലും ലക്ഷ്മണൻ ഇവിടെ ജീവിക്കുകയില്ല. അതുകൊണ്ട് ജ്യേഷ്ഠന്റെ കൂടെ ഞാനും വരുന്നു. ഈ 14 വർഷവും ജ്യേഷ്ഠന്റെ ദാസനായി ജ്യേഷ്ഠനെ അനുഗമിക്കുവാൻ എന്നെ അനുവദിക്കണം. ജ്യേഷ്ഠൻ അത് നിരസിച്ചാൽ ഈ അനുജന്റെ അഗ്നിപ്രവേശം കൂടി കണ്ടുകൊണ്ടായിരിക്കും ജ്യേഷ്ഠന് വനവാസത്തിന് പോകേണ്ടി വരുന്നത്. രാമൻ പറഞ്ഞു: ശരി, നീയും കൂടി എന്റെ കൂടെ പോരുക. നിന്നെ വെടിഞ്ഞ് എനിക്കും ജീവിക്കാൻ വയ്യ. അനുവാദം ലഭിച്ചതോടുകൂടി സൗമിത്രി സമസ്താപരാധവും ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അഗ്രജപാദങ്ങളിൽ പ്രണമിച്ചു. ലക്ഷ്മണന്റെ ധീരമായ പ്രഭാഷണം കേട്ട് സുമിത്ര സ്തബ്ധയായി അശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് നിന്നുപോയി. രാമൻ കൗസല്യയോടായി: അമ്മേ, ഒട്ടും മനഃശാഞ്ചല്യം കൂടാതെ അച്ഛനെയും പരിചരിച്ചുകൊണ്ട് ജീവിക്കുക. വാർദ്ധക്യവും മനോദുഃഖവും മൂലം അച്ഛൻ
പരവശനായി തീർന്നിരിക്കുന്നു. അച്ഛനെ സാന്ത്വനപ്പെടുത്തി ഒരിക്കലും മനക്ലേശമോ ആത്മപീഡയോ ഉണ്ടാകാതെ പരിചരിച്ചുകൊണ്ട് അച്ഛനെ കാത്തുകൊള്ളണം. 4 വർഷം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. ഭരതൻ എന്നേക്കാൾ അമ്മയെ സ്നേഹിക്കുന്നവനാണ്. അതുകൊണ്ട് ഭരതൻ നാട് കാണാനും അമ്മയ്ക്ക് സങ്കടമൊന്നും സംഭവിക്കുകയില്ല. കൗസല്യാദേവി കാനനവാസം നിനക്ക് സുഖമായി ഭവിക്കട്ടെ എന്ന് മകന്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു. അതിനുശേഷം ആത്മവല്ലഭയോട് യാത്ര ചോദിക്കാനായി സീതാഗൃഹത്തിലേക്ക് രാമൻ ചെന്നു. പ്രാണേശ്വരൻ പിതൃസന്നിധിയിലേക്ക് പോയ പിറകെ അവളും വസിഷ്ഠന്റെ അനുമതി പ്രകാരം അഭിഷേക മണ്ഡപത്തിൽ നിന്നും സ്വന്തം അരമനയിലേക്ക് പോന്നതാണ്. ആര്യപുത്രൻ അകമ്പടിക്കാരും കൂടാതെ ഏകനായി വരുന്നത് കണ്ട് അതിശയപൂർവം അവൾ ചോദിച്ചു, നാഥ, എന്താണ് ഇങ്ങനെ പതിവിന് വിപരീതമായി അഭിഷേകവേദിയിൽ ഇരുന്ന ആ വേഷത്തോടെ ഇങ്ങോട്ട് പുറപ്പെട്ടത്? അംഗരക്ഷകന്മാർ ആരുമില്ലാതെ? അപ്പോൾ രാമൻ പറഞ്ഞു, ഞാൻ ഏകനല്ല, സൗമിത്രി പ്രതയുണ്ട്. ഞാൻ ഇന്നു മുതൽ കാന്താരത്തിലെ ഒരു ഏകാന്ത പതികനാകാൻ വിധിക്കപ്പെട്ടിരിക്കുവാനാണ്. അങ്ങനെയുള്ളവന് അംഗരക്ഷകന് എന്തിന്? സീതാദേവി, ആര്യപുത്രൻ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നു. രാമൻ അപ്പോൾ വിശദമായി കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അച്ഛൻ പണ്ട് ദേവാസുര യുദ്ധകാലത്ത് നാഗലോകത്ത് വെച്ച് കൈകേയി മാതാവിന് 2 വരം നൽകാമെന്ന് സത്യം ചെയ്തിരുന്നു. അവർ ഇന്നലെ ആ വരങ്ങൾ ആവശ്യപ്പെട്ടു. ഒരു വരം ഭരതനെ രാജാവായി വാഴിക്കണമെന്നും മറ്റേ വരം ഞാൻ 14 വർഷം കാനനവാസം ചെയ്യണമെന്നുമാണ്. അത് കേട്ട് അച്ഛൻ അപ്രതീക്ഷിതമായ ഒരു വജ്രാഘാതം ഏറ്റപോലെ ബോധം കെട്ടി വീണുപോയി. സത്യലംഘനം ചെയ്യാനും വയ്യ, എന്നെ ആരണ്യത്തിൽ അയക്കാനും വയ്യ. അങ്ങനെ അച്ഛൻ ഒരു ധർമ്മസങ്കടത്തിലായി. ഇന്നലെ രാത്രി മുഴുവനും കരഞ്ഞും ദുഃഖിച്ചും ഇടയ്ക്കിടെ ബോധം വെടിഞ്ഞും കൈകേയി മാതാവിന്റെ അന്തഃപുരത്തിൽ തന്നെ കഴിഞ്ഞു. ആ വിവരം ധരിപ്പിക്കുവാനാണ് ഇന്ന് രാവിലെ അഭിഷേകവേദിയിൽ നിന്നും സുമന്ത്രര് എന്നെ വിളിച്ചുകൊണ്ടുപോയത്. അച്ഛന്റെ സത്യപ്രതിജ്ഞ നിറവേറ്റുവാൻ വേണ്ടി ഞാൻ വനവാസം ചെയ്യാൻ തീരുമാനിച്ചു. ഭരതൻ രാജാവായി വാണുകൊള്ളട്ടെ. അമ്മയോട് ഞാൻ യാത്ര ചോദിച്ചു കഴിഞ്ഞു. നിന്നോടും ഞാൻ യാത്ര പറയാൻ വന്നിരിക്കുകയാണ്. മനം പതറാതെ, ഹൃദയം തുടിക്കാതെ, ഒരു വീരപത്നി എന്ന വണ്ണം നീ എനിക്ക് യാത്രാനുവാദം തരിക. അമ്മയെയും പരിപാലിച്ചുകൊണ്ട് ദേവി ഇവിടെ സമാധാനത്തോടെ ജീവിക്കുക. 14 വർഷം കഴിയുമ്പോൾ നമുക്കിനി തമ്മിൽ കാണാം. പ്രിയതമന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ആ സീതാദേവിയുടെ വദനമണ്ഡലത്തിൽ ഒരു കാർമേഘം പടർന്നു കയറി. അവളുടെ നളിന നയനങ്ങളിൽ ബാഷ്പകണങ്ങൾ തുളുമ്പി. അവൾ സങ്കടത്തോടെ ചോദിച്ചു, പ്രാണേശ്വര, ഞാനൊരു വിരഹിണിയായ ഹതഭാഗ്യയായി ഇവിടെ ജീവിക്കണമെന്നാണോ അങ്ങ് വിധിക്കുന്നത്? ഇല്ല നാഥ, അങ്ങയെ വേർപിരിഞ്ഞ് ഒരു നിമിഷം പോലും ജീവിക്കുവാൻ എനിക്ക് മനക്കരുത്തില്ല. അങ്ങ് കാര്യാലോചന മണ്ഡപത്തിൽ പോകുമ്പോഴും അച്ഛനെ കാണാൻ പോകുമ്പോഴും എത്ര മനോവേദനയോട് കൂടിയാണ് അങ്ങയുടെ പ്രത്യാഗമനവും കാത്ത് ഞാൻ നിൽക്കുന്നത് അങ്ങ് കണ്ടിട്ടില്ലേ? ഒരു വിനാഴിക വേർപെട്ട് ജീവിക്കുവാൻ കഴിവില്ലാത്തവൾ ദീർഘങ്ങളായ 14 വർഷം വേർപിരിഞ്ഞ് എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് ഞാനും കൂടി വരുന്നു, എന്നെയും കൂടി കൊണ്ടുപോകണം. ഞാൻ മുമ്പേ നടക്കാം. രാമൻ അത് തടയുന്നതിന് വേണ്ടി പറഞ്ഞു, സിംഹവ്യാഘ്രാദി ഘോര വന്യമൃഗങ്ങളാൽ സങ്കീർണമായ അരണ്യത്തിൽ കൂർത്തുമൂർത്ത മുള്ളുകളും പരുവരുത്ത പാറകളും നിറഞ്ഞ ഇരുളടഞ്ഞ ദുർഗമ പാതകളിൽ കൂടി പൂമ്പട്ട് പോലെ മൃദുലമായ പാദങ്ങൾ ചവിട്ടി നീ എങ്ങനെ സഞ്ചരിക്കും? വിശപ്പും ദാഹവും അടക്കാൻ ഭക്ഷണപാനീയം പോലും കിട്ടുകയില്ല. അതുകൊണ്ട് നീ വരണ്ട, നീ ഇവിടെ സുഖമായി താമസിക്കുക. സീതാദേവി അപ്പോഴും രാമചന്ദ്രനോട് പറയുകയാണ്, നാഥ, ഞാനൊരു സുചരിതയായ പതിവ്രതയാണ്. സിംഹവ്യാഘ്ര ഹിംസ്ര ജന്തുക്കൾ എന്റെ മുമ്പിൽ ആട്ടിൻകുട്ടികളെ പോലെ ശാന്തരായി തീരുകയുള്ളൂ. കൂർത്തുമൂർത്ത ചരൽക്കല്ലുകളും മുള്ളുകളും പുഷ്പതലം എത്ത പോലെ എനിക്ക് തോന്നും. ഭർത്തൃസന്നിധിയിൽ ഒരു പതിവ്രതയ്ക്ക് വിശപ്പും ദാഹവും ഉണ്ടാവുകയില്ല. വല്ല ഫലമൂലാദികളാണ് നമുക്ക് ഭക്ഷണമായി ലഭിക്കുന്നതെങ്കിൽ നാഥ, അങ്ങയുടെ ഉച്ഛിഷ്ടം എനിക്ക് അമൃതായിരിക്കും. എന്റെ ആത്മവല്ലഭന്റെ അഭ്യർത്ഥനത്തിൽ ഘോരകാന്താകാരം ഒരു സുന്ദര ആരാമമായി എനിക്ക് അനുഭവപ്പെടും. പ്രാണവല്ലഭ, അങ്ങ് ഒട്ടും ഭയപ്പെടേണ്ട, എനിക്ക് യാതൊരു അഴലും ഉണ്ടാകുകയില്ല. ഞാനും വരുന്നു. പാണിഗ്രഹണാവസരത്തിൽ നാം ഒരുവട്ട മന്ത്രം തന്നെ അങ്ങ് മറന്നു കളഞ്ഞു. പ്രാണാവസാനം വരെ വേർപിരിയാതെ ജീവിക്കുക എന്നല്ലേ ആ മന്ത്രസാരം. അതിനും പുറമെ മന്വന്തരങ്ങൾക്കപ്പുറം രാമാവതാരങ്ങൾ പലതും കഴിഞ്ഞു. ഏതെങ്കിലും ഒരു അവതാരത്തിൽ സീതയെ കൂടാതെ രാമൻ കാനനത്തിൽ പോയിട്ടുണ്ടോ? ജനകാത്മകയുടെ യുക്തിയുക്തവും പ്രേമമസൃണമധുരവുമായ തൂമൊഴിയിൽ മുമ്പിൽ ദാശരഥി തലകൊലിക്കേണ്ടി വന്നു. ഒടുവിൽ വൈദേഹി കൂടി തന്നെ അനുഗമിച്ചു കൊള്ളുവാൻ അദ്ദേഹം അനുവദിച്ചു. സീതയുടെ ഹൃദയത്തിൽ സന്തോഷം തിരതറ്റി. അവൾ ആഭരണ വിഭൂഷകൾ അഴിച്ച് വസിഷ്ഠപത്നിയായ അരുന്ധതീ ദേവിക്ക് ദാനം ചെയ്തു.
തന്റെ പരിചാരികമാർക്കും തോഴികൾക്കും തൃപ്തിയാവോളം ധനം അവൾ നൽകി. താൻ തിരിച്ചു വരുന്നതുവരെ അവർ ആ കൊട്ടാരത്തിൽ താമസിച്ചുകൊള്ളുവാനും അവൾ അനുവദിച്ചു. ലക്ഷ്മണൻ ആ സമയം മാതാവിനെ കാണുവാനായി കൗസല്യ മന്ദിരത്തിലേക്ക് വീണ്ടും ചെന്നു. രണ്ടു മാതാക്കളും വിഷാദമൂകരായി നിൽക്കുകയാണ്. ഭൂദേവന്മാരും സാധാരണ ജനങ്ങളും അവിടെ കൂടിയിട്ടുണ്ട്. സൗമിത്രി ചെന്ന പാടെ മാതാവിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അനന്തരം സുമിത്രയുടെ കരം പിടിച്ച് കൗസല്യയുടെ കയ്യിൽ അർപ്പിച്ചുകൊണ്ട് ഉര ചെയ്തു. അമ്മേ, ഇനി അമ്മയ്ക്ക് ആശ്രയം വല്യമ്മ മാത്രമാണ്. വല്യമ്മയ്ക്ക് അമ്മയും. വാർദ്ധക്യം ബാധിച്ചു തുടങ്ങിയിരിക്കുന്ന വല്യമ്മയെ അമ്മ സദാ കാത്തുകൊള്ളണം. നിങ്ങൾ രണ്ടുപേരും അച്ഛന്റെ കാര്യത്തിൽ ബദ്ധശ്രദ്ധരായിരിക്കണം. വാർദ്ധക്യവും മനക്ലേശവും രണ്ടും അവയുടെ രൂക്ഷത മുഴുവൻ പ്രദർശിപ്പിച്ചുകൊണ്ട് അച്ഛനെ ആക്രമിച്ചിരിക്കുന്ന സമയമാണിത്. മകനെ അവഗാഠം പുണർന്ന് വേണ്ട അനുഗ്രഹങ്ങൾ നൽകിയതിനു ശേഷം സുമിത്ര പറഞ്ഞു, പ്രിയപുത്ര, നിന്നെ പോലെ പ്രാതർഭക്തിയുള്ള ഒരു നന്ദനൻ എന്റെ ഉദരത്തിൽ ജനിച്ചതിനാൽ ഞാൻ ധന്യയും ഭാഗ്യവതിയുമായി കഴിഞ്ഞിരിക്കുന്നു. നീ ധൈര്യമായി ജ്യേഷ്ഠന്റെ കൂടെ പോയിക്കോളൂ. നിനക്ക് സർവമംഗളങ്ങളും സിദ്ധിക്കട്ടെ. ഞാൻ ഇന്നു മുതൽ ജ്യേഷ്ഠത്തെ കൗസല്യാദേവിയുടെയും വന്യ ഭർത്താവ് ദശരഥ മഹാരാജാവിന്റെയും ഒരു പരിചാരികയായി വർത്തിക്കുന്നതാണ്. ഓർമ്മള സീതയായി ഞങ്ങളുടെ കൂടെ ജീവിച്ചു കൊള്ളട്ടെ. ആ സുമിത്രാമാതാവ് ലക്ഷ്മണന് ഒരു ഉപദേശവും നൽകി. അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രേ നടന്നു കൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനുള്ളിലാമോദമോടു നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ, പിന്നെ അയോധ്യയെന്നോർത്തിയിടവിയെ മായാവിഹീനമെയ്വണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ. ശ്രീരാമചന്ദ്ര പ്രഭു രാമസീതാ തത്വം. പുരവാസികളായുള്ള വിപ്രാതികളുടെ ദുഃഖം കണ്ടിട്ട് അവിടെ എഴുന്നള്ളിയ വാമദേവ മഹർഷി അരുളി ചെയ്തു, രാമനെ കുറിച്ച് നിങ്ങൾ എന്തിന് ആടൽപ്പെടുന്നു? സാക്ഷാൽ വൈകുണ്ഠപതിയായ ശ്രീനാരായണൻ രാവണാദി രക്ഷോവര ലോകകണ്ഠകന്മാരെ നിധനം ചെയ്യാൻ കൗസല്യാനന്ദനായി അവതാരം ചെയ്തിരിക്കുകയാണ്. ജാനകി ദേവി സാക്ഷാൽ പാലാരി മങ്കയുമാണ്. ഇപ്പോൾ അദ്ദേഹം കാനനവാസത്തിന് പുറപ്പെട്ടിരിക്കുന്നത് തന്റെ അവതാരോദ്ദേശ നിർവഹണത്തിന് വേണ്ടിയാണെന്ന് ധരിച്ചുകൊള്ളുക. ദുഷ്ടനിഗ്രഹം കഴിഞ്ഞ് 14 വർഷം കഴിയുമ്പോൾ അദ്ദേഹം തിരിച്ചു വരും. ഇതിന് കാരണക്കാരി കൈകേയിയോ മന്ധരയോ അല്ല. വിധാതാവിന്റെ അഭിലാഷപ്രകാരം അദ്ദേഹം ഇന്ന് രാജ്യം വെടിഞ്ഞിട്ടുള്ളതാണ്. ഇന്നലെ നാരദ മഹർഷി എഴുന്നള്ളി കാൺമുഖന്റെ നിർദ്ദേശം അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ ഞാൻ നാളെ നിശ്ചയമായും കാനനത്തിലേക്ക് പുറപ്പെടുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ലോകരക്ഷകനായ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ലീലാവിലാസങ്ങളാണ് ഇവയെല്ലാം എന്ന് ധരിച്ചുകൊള്ളുക. പല അവതാരങ്ങളും അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളതിൽ 7ാമത്തെ അവതാരമാണ് രഘുരാമാവതാരം, അതായത് ശ്രീരാമാവതാരം. അദ്ദേഹത്തിന്റെ മറ്റവതാരങ്ങൾ മത്സ്യാവതാരം. ദശാവതാരങ്ങളിൽ വിഷ്ണു ഭഗവാന്റെ 1ാമത്തെ അവതാരമാണിത്. മത്സ്യാവതാരം കൊണ്ട് ശ്രേഷ്ഠങ്ങളായ വേദങ്ങൾ വീണ്ടെടുത്ത് ലോകത്തെ രക്ഷിച്ച വിഷ്ണു ഭഗവാൻ ഈ ശ്രീരാമചന്ദ്രസ്വാമിയാണ്. 2ാമത്തെ അവതാരം കൂർമാവതാരം. പാലാഴി മഥനം നടക്കുന്ന അവസരത്തിൽ മത്തായി ഉപയോഗിച്ച മന്ദരപർവ്വതത്തെ ഉയർത്തിയത് ലോകൈകനാഥനായ പാൽക്കടൽവാസൻ ഒരു കൂർമ്മമായി അവതരിച്ചാണ്. 3ാമത്തെ അവതാരം വരാഹാവതാരം. കശ്യപ പ്രജാപതിക്ക് ദിതിയിലുണ്ടായ ഹിരണ്യാക്ഷൻ ധരിത്രീദേവിയെ ഒരു കർണാഭരണമാക്കി ധരിച്ചുകൊണ്ട് പാതാളത്തിൽ പോയി ഒളിച്ചു താമസിച്ചു. മഹാവിഷ്ണു വരാഹമായി അവതരിച്ച് ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂമിയെ ചേറ്റമായി താങ്ങിയെടുത്ത് ഉയർത്തി യഥാസ്ഥാനത്ത് സ്ഥാപിച്ചു. ആ വരാഹമായി അവതരിച്ചതും പന്നകശാലിയായ ഈ രാമചന്ദ്രൻ തന്നെയാണ്. 4ാമത്തെ അവതാരം നരസിംഹാവതാരം. ഹിരണ്യാക്ഷന്റെ ജ്യേഷ്ഠനായ ഹിരണ്യകശിപുവിന്റെ പുത്രൻ ഹരിഭക്തനായ പ്രഹ്ലാദനെ സംരക്ഷിക്കുന്നതിനും തന്റെ ഭക്തന്റെ വാക്കുകളെ സത്യമാക്കുന്നതിനും വേണ്ടി എടുത്ത അവതാരമാണ് നരസിംഹാവതാരം. ദുഷ്ടനായ ഹിരണ്യകശിപുവിനെ വധിച്ച് ഭക്തോത്തമനായ പ്രഹ്ലാദന് വരദാനം ചെയ്ത കാരുണ്യ വാരാനിധിയാണ് ഈ രാമചന്ദ്രൻ. ഹിരണ്യകശിപു രാവണനായും ഹിരണ്യാക്ഷൻ കുംഭകർണനായും പിറന്നിരിക്കുന്നു. അവരെ വധിക്കാനായിട്ടാണ് രാമൻ വനവാസത്തിന് പുറപ്പെട്ടിരിക്കുന്നത്. 5ാമത്തെ അവതാരം വാമനാവതാരം. ത്രിലോക സാമ്രാട്ടായി ഭരിച്ച മഹാബലിയിൽ നിന്നും ദേവലോകം വീണ്ടെടുത്ത് ദേവന്മാർക്ക് കൊടുക്കുവാൻ വേണ്ടി വിഷ്ണു ഭഗവാൻ ദേവമാതാവായ അതിഥിയുടെ പുത്രനായി വാമനൻ എന്ന നാമം ധരിച്ച് അവതരിച്ചു.
അതാണ് വാമനാവതാരം. ആറാമത്തെ അവതാരം പരശുരാമാവതാരം. തുടരെ ഉണ്ടായിക്കൊണ്ടിരുന്ന ദേവാസുര സമരങ്ങളിൽ മരണമടഞ്ഞ അസുരന്മാർ ദുഷ്ട ക്ഷത്രിയ രാജാക്കന്മാരായി ഭൂതലത്തിൽ പിറന്നു. ആ കശ്മല ദുഷ്ടന്മാരും മനുഷ്യദ്രോഹികളുമായ രാജാക്കന്മാരെ നിധനം ചെയ്ത് ധർമ്മം സ്ഥാപിക്കുവാൻ വേണ്ടി കരുണാവാരിധിയായ കമലേഷണൻ ഭൃഗുവംശത്തിൽ ജമദഗ്നി മഹർഷിയുടെയും രേണുകാദേവിയുടെയും ഇളയ പുത്രനായി അവതരിച്ചു. ജമദഗ്നി പുത്രന് രാമനെന്ന് നാമകരണം ചെയ്തു. പരമശിവന്റെ ശിഷ്യനായ രാമന് ശിഷ്യനോടുള്ള വാത്സല്യത്താൽ ശൈലേശ്വരൻ അത്യുഗ്ര ശക്തിയുള്ള പരശു ദാനം ചെയ്തു. അന്നു മുതൽ ഭാർഗവരാമന് പരശുരാമൻ എന്ന പേര് സിദ്ധിച്ചു. സീതാ സ്വയംവരാനന്തരം അയോധ്യയിലേക്കുള്ള യാത്രാമധ്യേ കണ്ടുമുട്ടിയ രാമചന്ദ്രനെ പരശുരാമൻ തന്റെ വൈഷ്ണവാംശവും ചൈതന്യവും സംക്രമിപ്പിച്ചിട്ട് തപസ്സിനായി നിർഗമിച്ചു. ആ വീരക്ഷത്രിയ ഹന്താവായ പരശുരാമനും ശ്രീരാമചന്ദ്രൻ തന്നെയാണ്. ഏഴാമത്തെ അവതാരമാണ് ശ്രീരാമാവതാരം. രാവണനെ വധിച്ച് ധർമ്മം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ശ്രീരാമാവതാരം. അതുകൊണ്ട് നിങ്ങൾ ആരും രാമചന്ദ്രന്റെ വേർപാടിനെ ഓർത്ത് ദുഃഖിക്കാതിരിക്കും. അവതാര കാര്യ നിർവഹണത്തിന് വേണ്ടി അദ്ദേഹം കാനനവാസം സ്വീകരിച്ചതാണ്. സീതാദേവി സാക്ഷാൽ മലർമങ്കയായ ലക്ഷ്മി ദേവിയുമാണ്. രാക്ഷസ നിഗ്രഹത്തിന് കാരണക്കാരിയായി ദേവി അയോനിച്ചയായി പിറന്നിരിക്കുകയാണ്. ഇപ്രകാരം രാമാസീത നിഗൂഢ രഹസ്യം എല്ലാവരെയും പറഞ്ഞു ധരിപ്പിച്ചതിന് ശേഷം വാമദേവ മഹർഷി തിരിച്ചെഴുന്നള്ളി. ഈ രാമാസീത രഹസ്യം ആമോദപൂർവം ധ്യാനിക്കുന്നവർക്കും സ്മരിക്കുന്നവർക്കും രാമദേവങ്കൽ ഉറച്ചൊരു ഭക്തിയുണ്ടായി വരും. നിത്യവും ശ്രീരാമനാമം ജപിക്കുന്ന മർത്യന് മൃത്യുഭയാദികളൊന്നും വരികയില്ല എന്നും ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ശ്രീരാമചന്ദ്ര പ്രഭു പാഹിമാം പാഹിമാം. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മാനുഷ്യപത്മേഷു വിസ്വരൂപം പ്രണമ്യതുഞ്ചെഴുമാര്യപാദം. ശ്രീരാമചന്ദ്ര പ്രഭു പാഹിമാം പാഹിമാം. ചിന്നാഭിഷേകം. അന്നേരമാദിത്യനു മുതിച്ചിടിനാൻ മന്നവൻ പള്ളിക്കുറുപ്പുണർന്നീരിന്നും എന്തൊരു മൂലമതിനൊന്നു മനസ്സെ ചിന്തിച്ചു മന്ത്രപ്രവരനാകുന്ന സുമന്ത്രരുമന്ത്രപുരമതം പുക്കാനതിദ്രുതം രാജീവമിത്രഗോത്രവത്ഭുത ഭൂപതേ രാജരാജേന്ദ്ര പ്രവരാജേയ യുദ്ധം നിർവനെ സ്തുതിച്ചു നമസ്കരിച്ചു ധ്യാനവും ചെയ്തു വന്നിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർപ്പുകൃതിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ പിത്താകുലയാ കണ്ടു സുമന്ത്രനും സത്വരം കൈകേയി തന്നോട് ചോദിച്ചാൽ ലേവനാരി സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം. ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോ മഹാരാജവല്ലഭേ ചൊല്ലുകന്നോടെന്നു കേട്ടു കൈകേയിയും ചൊല്ലിനാളാശു സുമന്ത്രനോടന്നേരം ധാത്രീന്ദ്രനുണ്ടായില്ല രാത്രിയിലെന്നതോ കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ജമന്യതു തന്നെ ചിത്തത്തിന് സ്വതന്ത്രത്വം ഭവിക്കിയാൽ രാമരാമേതി രാമേതി ജപിക്കുകയും രാമനെ തന്നെ മനസ്സിൽ ചിന്തിക്കുകയും ഉജ്ജൽ പ്രജാകര സേവയും ചെയ്യുകയാൽ അത്യന്തമാകുലനായതു മന്നവൻ രാമനെ കാണാൻ ദുഃഖം നിർവേന്ദ്രനും രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രരം ചൊല്ലിനാൻ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനമനാവർണ്യജാനിക രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ ചെന്നു നീ തന്നെ വരുത്തു കുമാരനെ സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രരുളറിപ്പോയി ചെന്നു കൗസല്യാസുതനോട് ചൊല്ലിനാൻ സാധൻ ഭവാനെ ഉണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെഴുന്നള്ളുക വേണം. മന്ത്രപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ത്രേതരമവൻ തന്നോട് കൂടവേ സൗമിത്രിയോടും കരേറിയതോവരി പ്രേമവിവശനാം സാധൻ പരുവീടും. മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്നിച്ചു വീണു നമസ്കരിച്ചിടിനാൻ രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ
ഭൂമിപലാശു സബുദ്ധായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണു ഭൂവനും രാമരാമേരി പറഞ്ഞു മോഹിച്ചോരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തന്റെ വഴിയിൽ കിടത്തിനാൻ നാരീജനങ്ങളത് കണ്ടനന്തര നാടൂട ശോകാൻ വിലാപം തുടങ്ങിനാൻ രോദനം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും ഖേദേന മന്ദിരം ബുക്കിതു സത്വരം ശ്രീരാമദേവനും ചോദിച്ചു തന്നേരം കാരണമെന്തോ ഒന്നുതാണു ദുഃഖത്തിനും നേരെ പറവിനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞതു വേഗയ പുത്രിയും കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലല്ലോ നൃണാം ചേതസീനിരൂപിക്കിരളൂതിനി താതനോ ദുഃഖ നിവൃത്തി വരുത്തുവാൻ ഭർത്തൃദുഃഖോപശാന്തിക്കു കിഞ്ചിത്വയാ കർത്തവ്യമായാലും കർമ്മമെന്നായി വരും സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതു ചിത്തഹിതം നിർവതീന്ദ്രനോ നിർണയം പുത്രരെ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ രണ്ടു വരമമാദത്തമായിട്ടുണ്ടു പണ്ടു നിന്ദാതനായി സന്തുഷ്ടചേതസ നിന്നാലെ സാധ്യമായുള്ളൂ രണ്ടു നിന്നൂതരേണമെന്നർത്ഥിക്കുകയും ചെയ്തേ എന്നോടതോ പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതു ഉദാഹരണറിയുക നീ സത്യഭാഷേന സംബന്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന് യോഗ്യൻ ഭവാൻ പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവനെന്നതറിക നീ മാതൃവചനശൂലാഭിഹതനായ വേദിനി ബാലകുമാരനാം രാമനും എത്രയും ഏറ്റവും വ്യഥിതനായി ചൊല്ലിനാൻ ഇത്രയെല്ലാം പറയണമോ മാതാവേ സാധാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പൻ അതിനില്ല സംശയം മാനസേ ഖേദമതിനെനിക്കേതു രാജ്യമെന്നാകിലും താതന്നെ യോഗിക്ക് രാജ്യമെന്നാലെന്നറിയുക നീ മാതാവേ ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു തീർക്കിലും തക്ഷണം ഞാൻ ഉപേക്ഷിപ്പനറിയുക നീ പാവകൻ തങ്ങൾ പതിക്കണമെങ്കിലും വേഗം വിഷം കുടിക്കണമെന്നാകിലും താതന്നെ യോഗിക്കിത് ഏതുമേ സംശയം ചേതസീച്ചെത്തില്ലെനിക്കെന്നറിയുക നീ താതകാര്യമനാജ്ഞാപ്തമല്ലാകിലും മോദേന ചെയ്യുന്ന നന്ദനുത്തമൻ പിത്രാണിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാലേ കർത്തവ്യമല്ലെന്നു വെച്ചടങ്ങുന്നവൻ പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജന യുദ്ധമെല്ലാം പരിജ്ഞാതം മയാധുന ആകയാൽ സാധനയോഗമനുഷ്ഠിപ്പാൻ ആകുലമേതുമെനിക്കില്ല നിർണയം സത്യം കരോമിഹം സത്യം കരോമിഹം സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാം രാമപ്രതിജ്ഞ കേട്ടോരു കൈകേരിയും രാമനോടാശ ചൊല്ലിടിനാളാതരാൽ താതൻ നിനക്കഭിഷേകാർത്ഥമായുടനാദരാ സംഭരിച്ചൊരു സംഭാരങ്ങൾ ഉണ്ടഭിഷേകം ഭരതനു ചെയ്യണം രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുള്ളൂ നീ 14 സംവത്സരം കാനനെ താപസവേഷേണ വാഴുകയും വേണം നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ടു മന്നവനിതു ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമൻ ചൊല്ലിനാൻ ഇന്നതിനെന്തൊരു വൈഷമ്യമായതും ചെയ്യുക അഭിഷേകം ഭരതനു ഞാനിനി വല്ലാതെ പോവൻ വനത്തിനു മാതാവേ എന്തതെന്നോട് ചൊല്ലാനു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം രാജ്യത്തെ രക്ഷിപ്പതിനും മതിയവൻ രാജ്യമുപേക്ഷിപ്പതിനും ഞാനും മതി ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു ദണ്ഡകവാസത്തിനേറ്റുമണൂതല്ലോ സ്നേഹമെന്നെ കുറിച്ചേറും അമ്മയ്ക്കുമില്ലേഹ മാത്രം ഭരിക്കുന്നു വിധിക്കയാൽ ആകാശഗംഗയെ പാതാള ലോകത്തു വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂജുവും തൃപ്തനാക്കിയിടിനാൻ താതനു തന്നെ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരാൾ പിതൃപ്രസാദത്തിനാൽ അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപിതാ ദുഃഖിപ്പതിനില്ല അവകാശം
രാഘവവാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനോട് ചൊല്ലിനാൻ, ശ്രീജിതനായ ദികാമുകനായൊരു രാജാധമനാകുമെന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്കലേ. ദോഷം നിനക്കതിനേതു മതപ്പെടാ, അല്ലായെങ്കിൽ എന്നോട് സത്യദോഷം പറ്റുമല്ലോ കുമാര. ഗുണാപതേ രാഘവ. പൃഥ്വീപതീന്ദ്രൻ ദശരഥനും പുനരുദ്ധം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ രാമ ഹാ ജഗന്നാഥ, ഹാ ഹാ രാമ ഹാ രാമ, ഹാ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു കൊടുക്കുന്നതെങ്ങനെ, എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നെ ജപിക്കുന്നതെങ്ങനെ നന്ദന. എന്നിത്തരം വലയ ചാരി പറയുകയും കണ്ണുനീരാലോല വാക്കുവരുകയും നന്നായി മുറുകെ തടുകയും പിന്നെ ചുടേ ദീർഘമായി വീർക്കുകയും ഖിന്നനായൊരു പിതാവിനെ കണ്ടുടൻ തന്റെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ട് കണ്ണും മുഖവും തുടച്ചു രഘുത്തമൻ ആശ്ലേഷനീതി വാഗ്വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയകോവിലൻ കഥ. എന്തിനൻ താതൻ വൃഥൈവ ദുഃഖിക്കുന്നതെന്തൊരു ദണ്ഡമിനു മഹീപതേ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായികയുമിൽ ദൂരത്തിനും സോദരൻ നാടുപരിച്ചിരുന്നിടുക സാദരം ഞാനരണ്യത്തിലും വാഴുമുൻ. പൂർത്തിയില് രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും മനത്തിങ്കൽ വാണിടുവാൻ ഏതുമേ ദണ്ഡമില്ലാത്ത കർമ്മം മാതാവിനിക്കു വിധിച്ചതോ നന്നല്ലോ. മാതാവ് കൗസല്യ തന്നെയും വന്നിച്ചു മൈഥിലിയോടു പറഞ്ഞി വൈകാതെ കോപതിനായി വരുവൻ എന്നരോട് ചെയ്തു. ദേവനും മാതൃദേഹം പൊക്കതു നേരം ധാർമ്മികയാകിയ മാതാസു സമ്മത ബ്രാഹ്മണരെ കൊണ്ടു ഹോമപൂജാരികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ട് ചെയ്യിച്ചു. ഉത്തമജീവദാനങ്ങൾ ചെയ്താതരാൾ ഭക്തി കൈക്കൊണ്ടു ഭഗവത് പദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധി ഉറച്ചിരിക്കുന്നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികെ ചെന്നു കൗസല്യോടെ നേരം സന്തോഷമോട് സുമസരിനാൾ രാമനുപതനായതു കണ്ടീരേ. ഭൂമിപാലപ്രിയെ നോക്കിയിടുവെന്നപ്പോൾ വന്നിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നീടിനാൾ. പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ ഇന്ദീവരാജള ശ്യാമകളേബലും മന്നം തലോടി പറഞ്ഞിടിനാൻ. എന്തെൻ മകനെ മുഖാംബുജം പാടുവാൻ ബന്ധമുണ്ടായതോ പാരം വിശക്കയോ വന്നിരുന്നിടൂ ഭുജിപ്പതിനാറ്റുമീ എന്നു മാതാവ് പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കിയത് കൂവരൻ തന്നുടെ മാതാവിനോടരുളി ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമേ, ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം. ഒരുപാട് കേൾക്കയാപുത്രിയാം അമ്മയ്ക്കും മൽപിതാരണ്ടു വരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതനെ വാഴിക്കയെന്തു എന്നെ വനത്തിനയക്കുന്നു മറ്റേതും 14 സംവത്സരം വസിച്ചറവന്നിടുവൻ. പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ട് കൗസല്യ പാലിൽ മോഹിച്ചു വീണിടിനാളാകുലാൻ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞുടൻ തന്നെ നന്ദനൻ തന്നോട് ചൊല്ലിനാളിന്നു നീ കാനനത്തിനു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകണം അറിയാതെ. നിന്നെ പിരിഞ്ഞാൻ ക്ഷണാർത്ഥം പൊറുക്കുമോ ദണ്ഡകാരണ്യത്തിനാശുമി പോകിൽ ഞാൻ. ദണ്ഡധരാലയത്തിന് പോയിടുവൻ പൈതലെ വേറിട്ടു പോയ പശുവിനുള്ള പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുപാടേണം ഭരതനെന്നാകെ കാടുപാടേണമെന്നുണ്ടോ വിധിമതം. എന്തോ പിഴച്ചതു കൈകേകിയോടുമേ ചിന്തിക്ക ഭൂപനോടും കുമാരാബലാൽ. സാധനം ഞാനുമൊക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം. പോകേണമെന്നു താതൻ യോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നെ വാചാഗമിക്കുന്നതാകലോ. ഞാനും പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ മാനവവംശമെന്നെ മുടിഞ്ഞു പോകും. തത്ര കൗസല്യാവചനങ്ങളിങ്ങനെ ചിത്തതാപേന കേട്ടൊരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിനാൽ ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ. ആകുലവെന്തിതു കാരണമുണ്ടാവാൻ ഭ്രാന്തചിത്തം ജഡം വൃദ്ധം
ശാന്തേതരം കൃപാഹീനം ക്ഷടപ്രിയം ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിബന്ധികളായുള്ളവരെയും ഒക്കവേ അന്ധകരൻ വീട്ടിനയച്ച അഭിഷേകമോ അന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ ബന്ധമില്ലേതുമിടിഞ്ഞു ശോഭിപ്പതേനധർമുതാവസിച്ചിടുക മാതാവേ ആര്യപുത്രാഭിഷേകം കഴിച്ചു വിടുവൻ ശൗര്യമെനിക്കതിനുണ്ടതു നിർണയം കാര്യമില്ലാത്തതു ചെയ്യുന്നതാകില്ല രാജനും ശാസനം ചെയ്യുന്ന ദൈവനും ഇത്തം പറഞ്ഞു ലോകത്രയം ദൃശാമാറു സൗമിത്രി നിൽക്കുന്നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായ ലിംഗനം ചെയ്തു സുന്ദരനെന്തിരാം രാമം സുന്ദരനെന്തിരാമൻ നിരവത്സലാനന്ദ സ്വരൂപനിരാവിഗ്രഹൻ ഇന്ദീവരാധനേന്ദ്രാണി വൃന്ദാരക വൃന്ദവന്ധ്യാമുക്തി യുഗ്മാരവില്ലൻ പൂർണ്ണചന്ദ്രബിംബാനനൻ ചൂടപ്രിയൻ വന്ദാരുവൃന്ദമന്ദാരുദാരൂപമൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീരാമചന്ദ്ര പ്രഭു പാഹി മാം പാഹി മാം. ശ്രീ ആഞ്ജനേയ സ്വാമി കി ജയ്. സുധാ ജയകുമാർ. സുധാ ജയകുമാർ ലക്ഷ്മണോപദേശം പാരായണം ചെയ്യാം. ഹലോ, വായിച്ചോട്ടെ? വായിച്ചോളൂ വായിച്ചോളൂ. വീഡിയോ ഓൺ ചെയ്യണേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ലക്ഷ്മണോപദേശം. വത്സ സൗമിത്രേ കുമാര, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതോ മുന്നമേ ഞാനടോ നിന്നുള്ളിൽ എപ്പോഴും. എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും. നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേതൽ പ്രയാസം തവ യുക്തമതല്ലായെങ്കിലെന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭ ചഞ്ചലം, വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. വന്യസന്തപ്തലോഹസ്താംബൂ ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ. കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥകൾ എത്രാതിസംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ. പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. നദ്യാമൊഴുകുന്ന കാഷ്ഠങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം. സ്വപ്ന സമാനം കളത്ര സുഖം ദൃണാം അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണാം. രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ. ഓർക്ക ഗന്ധർവ നഗര സമമതേ മൂർഖന്മാർ നിത്യമനുവർത്തിച്ചിടുന്നു. ആദിത്യദേവൻ ഉദിച്ചിതു വേഗേന യാത പതിയിൽ മറഞ്ഞിതു സത്വരം. നിദ്രയും വന്നിതുദയ ശൈലോവരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. ഇത്തം മതിഭ്രമമുള്ള ഒരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം. ആയുസ്സു പോകുന്നതേതുമറിവീലമായ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. വാർദ്ധക്യമോടു ജരാനരയും പൂണ്ടു ചീർത്ത മോഹേന മരിക്കുന്നിതു ചിലർ. നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയും നീലമായതൻ വൈഭവം. ഇപ്പോൾ ഇതു പകൽ പിൽപ്പാട് രാത്രിയും പിൽപ്പാട് പിന്നെ പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽപുരുഷൻ ഗതിയേതുമറിയാതെ. കാലസ്വരൂപനാമീശ്വരൻ തന്നുടെ ലീലാവിശേഷങ്ങൾ ഒന്നുമോരായികയാൽ
ആമ കുംഭാമ്പു സമാനമായി സുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമേ. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം. വ്യാഘ്രിയെ പോലെ ജരയും അടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ചിത്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു. ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഠ്യോഹം എന്നാം റേഡിതം കലർന്നിടും ദശാന്തരെ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. മണ്ണിനു കീഴായി കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ത്വങ്മാസരക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളൊന്നിത ധ്രുവം. ദേഹാഭിമാനം നിമിത്തമുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ. മാനസധാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായിക എന്നറിയുക നീ ലക്ഷ്മണാം. ദോഷങ്ങളൊക്കെ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്കനേ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും. ദേഹമല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്ന മോഹേക ഖന്ദ്രിയായുള്ളതു. സംസാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായതു വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്ത ചേതസാ ചെയ്യുക വേണ്ടുന്നതും. തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയുക നീ. മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളതിൽ ക്രോധമറിയുക നീ. മാതൃപിതൃ ഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നതൂപുമാൻ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും, ക്രോധം മൂലം ദൃഢം സംസാര ബന്ധനം. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം, ക്രോധം പരിത്യജിക്കേണം ബുധജനം. ക്രോധമല്ലോ യമനായതു നിർണയം, വൈതരണ്യാഖിയാകുന്നതു തൃഷ്ണയും സന്തോഷമാകുന്നതു നന്ദനം വനം. സന്തതം ശാന്തിയെ കാമസുരഭികൾ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്കനീ. സന്താപം എന്നാൽ ഒരു ജാതിയും വരാം. ദുർഗേ ഭഗവതി ദുഃഖ വിനാശിനി സർഗസ്ഥിതി ലയകാരിണി ചണ്ഡികേ. ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്തമേലെ വസിപ്പതാത്മാവ് കേൾ. ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി. നിർവികൽപ്പം വരം നിർവികാരം ഘനം സർവൈക കാരണം സർവജഗന്മയം. സർവൈക സാക്ഷിണം സർവജ്ഞമീശ്വരം സർവദാ ചേതസി ഭാവിച്ചുകൊള്ളുകനേ. സാരജ്ഞനായ നീ കേൾക്ക സുഖ ദുഃഖദം പ്രാരാബ്ധമെല്ലാം അനുഭവിച്ചിടണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമായമാചരിച്ചിടുകന്നേ വരൂ. സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യം സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ള ഒരാത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനിപ്പറഞ്ഞതെല്ലാമേ ധരിച്ചു തൻ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം. മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദം ഉൾക്കൊണ്ടുമായ വിമോഹങ്ങൾ. മാനസ്യത്തിങ്കൽ നിന്നാശു കളകനീ, മാനമല്ലോ പരമാപദമാസ്പദം. സൗമിത്രി തന്നോട് ഈ വണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോടു മാതാവോട് ചൊല്ലിനാൻ. കേൾക്കേണം അമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകൾ, ഏതും വിഷാദമുണ്ടാകലാം. ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുത്, ആത്മാവിനെ അറിയാതവരെ പോലെ. സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ സർവടി വാഴുകെന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനി നീ കേവലം. 14 സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ട് ഞാൻ. ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾക്കനീവോടും അനുഗ്രഹിച്ചിടണം. അച്ഛൻ എന്തുള്ളിലൊന്ന് എന്നാലതി ഇങ്ങിച്ഛയായെന്നങ്ങുറച്ചിടുക അമ്മയും. ഭർത്തൃകർമാനുകരണമത്രേ പാതിവൃത്യനിഷ്ഠാവധൂനാമെന്നു നിർണയം. മാതാവ് മോതാൽ അനുവദിച്ചിടുകലേതുമേ ദുഃഖമെനിക്കില്ല കേവലം. കാനനവാസം സുഖമായി വരും തവ മാനസേ കുറച്ചു വാണിയിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ. പിന്നെയും മാതൃപാദാന്തികെ പ്രീതി കൈക്കൊണ്ടെടുത്തു ഉത്സുംഗസീംനി ചേർത്താതിരാൽ മൂർധനി ബാഷ്പാഭിഷേകം ചെയ്തു. ചൊല്ലിനാൾ ആശീർവചനങ്ങൾ ആശു കൗസല്യയും ദേവകളോടിരന്നീടിനാൾ. സൃഷ്ടികർത്താവെ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ധേ പുരുഷോത്തമരെ. മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ വൃത്രാരി മുമ്പായ ദിക്പാലകന്മാരെ.
ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സർഗസ്ഥിതി ലയകാരിണി ചണ്ഡികേ എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവൻ നിങ്ങൾ. യുദ്ധമർത്ഥിച്ചു തൻ പുത്രനാം രാമനെ ബദ്ധബാഷ്പം ഗാഠഗാഠം ഉണർന്നുടൻ ഈരേഴു സംവത്സരം കാനനെ വസിച്ചാരാൽ വരീകന്നനുവദിച്ചിടിനാൾ. തൽക്ഷണേ രാഘവം നത്വാം ലക്ഷ്മണൻ താനും പറഞ്ഞാൻ അനാകുലം. എന്നുള്ളിലുണ്ടായിരുന്നു ഒരു സംശയം, നിന്നരുൾ പാടു കേട്ടു തീർന്നു തുലോം. ത്വൽപാദ സേവാർത്ഥമായി നടിയനും ഇപ്പോൾ വഴിയെ വിടകൊള്ളുവനെന്നുമേ. മോദാൽ അതിനിന്നായി അനുവദിച്ചിടണം സീതാപതേ രാമചന്ദ്രാദയാനിധേ. പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലായിലേണാങ്ക തുല്യമതനാ രഘുപതേ. എങ്കിൽ നീ പോന്നുകൊണ്ടാലുമെന്നാദരാൽ പങ്കജലോചനൻ താനും അരുൾ ചെയ്തു. വൈദേഹി തന്നോട് യാത്ര ചൊല്ലിയിടുവാൻ മോദേന സീതാഗ്രഹം ബുക്കരുളിനാൻ. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുത്ഥാനവും ചെയ്തു. കാഞ്ചനപാത്രസ്ഥമായ തോയം കൊണ്ടുവാൻ ചെയ്യാതൃക്കാൽ കഴുകിച്ചു സാദരം. മന്ദാക്ഷം ഉൾക്കൊണ്ട് മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദം മന്ദം പറഞ്ഞിടിനാൾ. ആരും അകമ്പടി കൂടാതെ ശ്രീപാദചാര്യേണ വന്നതുമെന്തു കൃപാനിധേ. മാരണവീരനങ്ങൂ മമ വല്ലഭാഗൗരാധപത്രവും താലവൃന്ദാദിയും ചാമരദ്വന്ദ്വവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യലങ്കാരവും സാമന്ത ഭൂപാലരെയും പിരിഞ്ഞതി രോമാഞ്ചമോടെ എഴുന്നള്ളിയതെന്തയ്യോ. യുദ്ധം വിദേഹാത്മജാവചനം കേട്ടു പ്രീതിപതിസുതൻ താനുമരുൾ ചെയ്തു. സന്നിരുദണ്ഡകാരണ്യരാജ്യം മമാൽ പുണ്യം വരുത്തുവാൻ താതനറികടോ. ഞാനത് പാലിപ്പതിനാശു പോകുന്നു മാനസേ ഖേദമിളച്ചു വാണിയിടുക. മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ. ഭദ്രവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോട് ഇത്തമാഹന്ത ചൊല്ലിയിടിനാൾ. രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതോളം ആസ്തയുണ്ടല്ലോ ഭവാനി പിതാവിനും. എന്നിരിക്കെ വനരാജ്യം തരുവതിനെന്നു തോന്നിയിടുവാൻ എന്തൊരു കാരണം. മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകം ആരംഭിച്ചു. സത്യമോ ചൊൽക ഭർത്താവേ വിരവോട് വൃത്താന്തം എത്രയും ചിത്രമോർത്താലിതം എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. തൻവീ കുലമൗലി മാലികേ കേൾക്കനീ. മന്നവൻ കേകയ പുത്രിയാം അമ്മയ്ക്ക് മുന്നമേ രണ്ടുവരം കൊടുത്തിടിനാൻ. വിണ്ണവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിന് അന്യൂന വിക്രമം കൈക്കൊണ്ടുപോയ നാൾ. ഒന്നു ഭരതനെ വാഴിക്കേന്നതും എന്നെ വനത്തിന്നയക്കെന്നു മറ്റതും. സത്യവിരോധം വരുമെന്ന് തന്നെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും. മാതാവിനാശു വരവും കൊടുത്തിതു താതൻ, അതുകൊണ്ട് ഞാൻ ഇന്നു പോകുന്നു. ദണ്ഡകാരണ്യെ 14 വത്സരം ദണ്ഡ മുഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ. നീ അതിനേതും മുടക്കം പറകൊല്ലാമയ്യൽ കളഞ്ഞു മാതാവുമായി വാഴുക നീ. രാഘവൻ യുദ്ധം പറഞ്ഞത് കേട്ടൊരുരാകാ ശശിമുഖി താനുമരുൾ ചെയ്തു. മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നതു ഉചിതമല്ലെന്നതുകൊണ്ട് ഭവാൻ എന്നു ധരിക്കണം. കാകുൽസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രകാമിനിയോട് ചൊല്ലിയിടിനാൻ. എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ. ഘോരസിംഹ വ്യാഘ്രസൂര സൈരിഭ വാരണ വ്യാള ഭല്ലൂക മൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ട്. അവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം. നാരീജനത്തിനെല്ലാം വിശേഷിച്ചുമൊട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടടോ. മൂലഫലങ്ങൾ അമ്ല കഷായങ്ങൾ ബാലെ ഭുജിപ്പതിനാകുന്നതും തത്ര. നിർമ്മല വ്യഞ്ജനാഭൂപാന്നപാനാദി സന്മധു ക്ഷീരങ്ങളിൽ ഒരു നേരവും. നിമ്നോന്നത ഗുഹാഗഹ്വര ശർക്കര ദുർമാർഗം എത്രയും കണ്ടക ബൃന്ദവും. നേരെ പെരുവഴിയും അറിയാവതെല്ലാവരും കാണുവാനുമില്ലറിഞ്ഞിടുവിൻ. ശീതവാദ തപപീഡയും പാരമാം പാദചാരേണ വേണം നടന്നിടുവാൻ. ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്കയില്ലാർക്കും അറിയകടോ. എന്നുടെ ചൊല്ലിനാൽ മാതാവ് തന്നെയും നന്നായി പരിചരിച്ചിരുന്നിടുക. മന്നിടുവൻ 14 സംവത്സരം ചൊന്നാൽ അതിനുടലില്ലൊരു സംശയം. ശ്രീരാമവാക്ക് കേട്ടൊരു വൈദേഹിയും ആരൂഢതാവേന് പിന്നെയും ചൊല്ലിനാൾ. നാഥ പതിവ്രതയാം ധർമ്മപത്നി ഞാനിനാധാരവുമില്ല മറ്റെനിക്കാരുമേ.
ഏതുമേ ദോഷവുമില്ലതയാനിധേ പാദശുശ്രൂഷാവൃതം മുടക്കായികമേ. നിന്നുടെ സന്നിധവും സന്തതം വാണിയിടുമെന്നെ മറ്റാർക്കാനും പേടിച്ചുകൂടുമോ? വല്ലതും മൂലഫലജലാഹാരങ്ങൾ വല്ലവോ ശിഷ്ടമെനിക്ക് അമൃതോപമം. ഭർത്താവ് തന്നോടുകൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങൾ എനിക്കതും പുഷ്പബാണോപമാ നീ വെടിഞ്ഞിടല. ഏതുമേ പീഡയുണ്ടാകയില്ലൻ മൂലം ഭീതിയും ഏതും എനിക്കില്ല ഭർത്താവേ. കശ്ചിത് വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോട് പണ്ടരുളി ചെയ്തു, വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്ക് സംശയമില്ലമേതും. ഇത്തമ്പുരൈവ ഞാൻ കേട്ടിരിക്കുന്നത് സത്യമതിന്നിയും ഒന്നു ചൊല്ലിയിടുവൻ. രാമായണങ്ങൾ പലതും കവിവര രാമോദമോട് പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടും ഒന്നത്രേ വിചാരിച്ചു കാൺകിലോ? പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം, പ്രാണാവസാന കാലത്തും പിരിയുമോ? എന്നിരിക്കെ പുനരെന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ എന്നുമെൻ പ്രാണപരിത്യാഗവും ചെയ്വൻ ഇന്നു തന്നെ തന്നാണേ. എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ മന്ദസ്മിതവും പൂണ്ടരുൾ ചെയ്തു, എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടം എന്നിത് ചൊല്ലിയുണ്ടാകേണ്ട. ദാനം അരുന്ധതിക്കായി കൊണ്ടു ചെയ്യുക നീ ജാനകി ഹാരാതിഭൂഷണമൊക്കവേ. ഇത്തമരുൾ ചെയ്ത ലക്ഷ്മണൻ തന്നോട് വൃദ്ധി സുരോത്തമന്മാരെ വരുത്തുകന്ന അത്യാദരമരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി. കുമാരനും വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കളും അർത്ഥവധിയില്ലാതോളം ആദരാൽ സദൃത്തരായ കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കും സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവ് തന്നുടെ സേവകന്മാരായ ഭൂദേവ സത്തമന്മാർക്കും കൊടുത്തിതു. പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാൽ ആനന്ദഭക്തരായി മാനവ നായകൻ ആശീർവചനവും ചെയ്തിതു. താപസന്മാരും ദ്വിജന്മാരും പെയ്തുപെയ്തിടുന്നത് അശ്രൂഗണങ്ങളും ജാനകി ദേവിയും അൻപോട് അരുന്ധതിക്ക് ഉൾക്കൊണ്ട് ദാനങ്ങൾ നൽകിനാൾ. ലക്ഷ്മണവീരൻ സുമിത്രയാം അമ്മയെ തക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു. വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു. നന്നായി അനുഗ്രഹം ചെയ്തു തനയനു പിന്നെ ഉപദേശവാക്കുമുര ചെയ്താൾ. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളേണം. എന്നെ ജനകാത്മജയൻ തുറച്ചുകൊൾ പിന്നെ അയോധ്യ എന്നോർത്തിയിട്ടടവിയെ. മായാവിഹീനമീ വണ്ണം ഉറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ. നിർവചനം ശിരസീധരിച്ചുകൊണ്ടാതുരാവോടു തൊഴുതു സൗമിത്രിയും. തന്നെ ചാപശരാദികൾ കൈകൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ. തക്ഷണേ രാഘവൻ ജാനകി തന്നോടു ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ. കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമള രമ്യകളേവരൻ രാഘവൻ. കാമദേവോപമൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗദഭീരാമൻ ആത്മാരാമൻ അംബുജലോചനൻ. കാമാരി സേവിതൻ നാനാ ജഗന്മയൻ താതാലയം പ്രതി പോകുന്ന നേരത്തു സാദം കലർന്നൊരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നതു കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ. കഷ്ടമാഹന്ത കഷ്ടം പശ്യ കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ. സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കര കണ്ടക നിമ്നോന്നതായുധ ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുക്ത മൃദുതര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം വന നടക്കെന്ന് കൽപ്പിച്ചു പൃഥ്വീശചിത്തം കഠോരമത്രേ തുലോം. പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിൽ ആർക്കുമില്ലിന്നലെയോളവും. എന്നിത് തോന്നുവാൻ എന്തോ ഒരു കാരണമെന്നതു കേട്ടുടൻ ചൊല്ലിനാൻ അനന്യനും. കേകയപുത്രിക്ക് 2 വരം നൃപനേകിനാൻ പോലത് കാരണം രാഘവൻ. പോകുന്നിതു വനത്തിനു ഭരതനും വാഴുകന്നു വന്നുകൂടും ധരാമണ്ഡലം. പോകനാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ? ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാതികൾ വാക്ക് കേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോടു സാമോദമേവ അരുൾ ചെയ്തിതന്നേരം. രാമസീതാരഹസ്യം. രാമനെ ചിന്തിച്ചു ദുഃഖിയായി ഗാരുമേ കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളൊരു ചൊല്ലുന്നതുണ്ടു ഞാൻ.
ചിത്തം തെളിഞ്ഞു കേട്ടിടുവനേവരും രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷനാമാതിനാരായണൻ ലക്ഷ്മണനായ ധനന്തൻ ജനകജ ലക്ഷ്മി ഭഗവതി ലോകമായ പരാം മായാഗുണങ്ങളെത്താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ രാജസമായ ഗുണത്തോടു കൂടവേ രാജീവ പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്യപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണു രൂപം പൂണ്ടു രക്ഷിച്ചു കൊള്ളുന്നത് ഈശ്വരനാദ്യനജൻ പരമാത്മാവു സാദരം രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജ വല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വത മനോഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേധാവിനാക്കി കൊടുത്തതീ രാഘവൻ പാതോനിധി മഥനെ പണ്ടു മന്ദരം പാതാള ലോകം പ്രവീഹിച്ചതു നേരം നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ഠേ ഗിരീന്ദ്രൻ ധരിച്ചതീ രാഘവൻ ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു കൃഷ്ടിയായി തേറ്റമേൽ ചോണിയെ പൊങ്ങിച്ചു കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപുരുഷനാകും ഈ രാഘവൻ നിർഘ്രാതമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായൊരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശ പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ പുത്രലാഭാർത്ഥം അതിഥിയും ഭക്തി പൂണ്ടർത്ഥിച്ചു സാദരമർച്ചിക്ക കാരണം എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതീ ഭക്തനായൊരു മഹാബലിയോടു ചെന്നർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനുമിവൻ ധാത്രി സുരദ്വേഷികളായി ജനിച്ച ഒരു ധാത്രി പതികുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രി സുധാവരനായി പിറന്നീടിനാൻ രാത്രിഞ്ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രിഭാരം ദീർഘധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യനജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാതെ വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമൻ അവ്യയൻ കാരണമാനുഷ്യൻ രാമൻ മനോഹരൻ രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിൽ ദേവഹിതാർത്ഥം ഗമിക്കുന്നതന്നതിൽ കാരണം അന്ധരയല്ല കൈകേയി എല്ലാരും ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ ദേവി ജനകജ സൃഷ്ടിസ്ഥിതി ലയകാരിണി തന്നോട് പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനുമരുൾ ചെയ്തു നക്തഞ്ചരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും രാഘവൻ ഇന്നു വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ച് ദുഃഖിയായി കാരുമേ രാമരാമേതി ജപിപ്പിനെല്ലാവരും നിത്യം രാമരാമേതി ജപിക്കുന്നവർത്തിന് മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേ അല്ല കൈവല്യവും സിദ്ധിക്കുമേവനും എന്നത് നിർണയം ദുഃഖസൗഖ്യാദി വികല്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണാത്മാരകൂസത്തമൻ ന്യൂനാതിരേകവിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണൻ അനന്തനാകുലൻ അങ്ങനെയുള്ള ഭവൽ സ്വരൂപത്തിൽ എങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നിടിനാൻ ഭൂതലെ പങ്ക്തിരഥാഭീഷ്ട സിദ്ധ്യർത്ഥമായി വന്നു ഭക്തികണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം നിന്നായ ക്ഷീടിനാൻ ബാലീശന്മാരെ മനുഷ്യനായി ഈശ്വരൻ രാമസീതാരഹസ്യം മുഹുരീദൃശമാമോദപൂർവകം ധ്യാനിപ്പവർക്ക് രാമദേവങ്കലുറച്ചൊരു ഭക്തിയും അമയനാശവും സിദ്ധിക്കുമേവരും ഗോപനീയം രഹസ്യം പരമീദൃശം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു രാമവിഷയം ഈ വണ്ണമരുൾ ചെയ്ത വാമദേവൻ വിരമിച്ചോരനന്തരം വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാരേവരും താപവും തീർന്നതു പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി. നമോ ഭഗവതേ വാസുദേവായ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദിരമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതി. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ.
നമോ ഭഗവതേ വാസുദേവായ. ഇപ്പൊ വായിച്ചെടുത്ത് തന്നെ നിൽക്കുക. കഴിഞ്ഞു. ഒരു മൂന്ന് ആരെങ്കിലും പറയണ്ടേ? നമസ്കാരം കഴിഞ്ഞല്ലോ അല്ലേ? കഴിഞ്ഞു ഇന്നത്തെ കോഷം കഴിഞ്ഞു. നമസ്തേ. മീറ്റിംഗ് എക്സിറ്റ് ആയി പോയി. ഞാൻ അറിയാതെ എല്ലാവരും കോള് വന്നതാണ്. കഴിഞ്ഞോ? പാരായണം കഴിഞ്ഞോ? ഇന്നത്തെ ഓക്കെ, ക്ഷമിക്കണം, അവസാന നിമിഷം എക്സിറ്റ് ആയി പോയി. അപ്പോൾ നമുക്ക് നാളെ വൈകുന്നേരം വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. ശാന്തിമന്ത്രത്തോടെ പിരിയാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി.